തലനാരിഴയ്ക്ക് പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയാണ് വരുന്നത്. പാമ്പിനെ കണ്ട് പിന്തിരിഞ്ഞോടിയതോടെയാണ് കുട്ടി രക്ഷപ്പെട്ടത്. അഞ്ജന, ഇത് എവിടെയാണ് സംഭവം? എന്തായാലും ഞെട്ടിയെങ്കിലും അവൻ പെട്ടെന്ന് തിരിഞ്ഞോടിയതുകൊണ്ട് വലിയ അപകടമൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഈ പാമ്പിനെ പിന്നീട് കണ്ടെത്തിയോ? ശ്രീജ, കൊയിലാണ്ടി കൊല്ലം UP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഇന്ദ്രനീലാണ് പാമ്പിന്റെ കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. വീടിന് പുറകുവശത്തായി പാമ്പിനെ കാണുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ കുട്ടി കളിക്കുന്നതിനിടയിൽ വീടിന്റെ പുറകുഭാഗത്തേക്ക് പോയതായിരുന്നു. ആ പുറകുഭാഗത്തെ ചുമരിനോട് ചേർന്ന് പാമ്പ് ഇഴഞ്ഞു പോവുകയായിരുന്നു. കുട്ടി നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് പാമ്പിനെ കണ്ടു. പേടിച്ച കുട്ടി പെട്ടെന്ന് തന്നെ തിരിഞ്ഞോടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്നുള്ളതാണ്. കുട്ടിയെ കണ്ട വഴിക്ക് പാമ്പും പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ കുട്ടി നേരെ ചെന്ന് രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു, ഇത്തരത്തിൽ പാമ്പിനെ പുറകുവശത്ത് കണ്ടു എന്നുള്ളത്. വീട്ടുകാർ വന്ന് അന്വേഷിച്ചപ്പോൾ പാമ്പിനെ അവിടെ കണ്ടതുമില്ല, പാമ്പ് ഏതോ വഴിക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ പുറകുവശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് മൂർഖൻ പാമ്പായിരുന്നു എന്നുള്ളത്. ഈ വീടിന് തൊട്ട് പുറകുവശത്തായി തന്നെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണൽ തേടി ഒരുപക്ഷെ പാമ്പ് അവിടേക്ക് വന്നതായിരിക്കാം എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഏതായാലും വലിയൊരു അപകടം അത്ഭുതകരമായി ഒഴിവായി എന്നുള്ളതാണ് ശ്രീജ. ശരിയാണ്, ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പാമ്പ് കുറേ സമയമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടി എന്തായാലും പാമ്പിനെ അറിയാതെ ചവിട്ടിയോ മറ്റോ ചെയ്താൽ ഉറപ്പായും ഒരു അപകടം സംഭവിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഭാഗ്യം എന്നേ പറയാൻ കഴിയൂ.